എന്താടോ വരാൻ പറഞ്ഞ് വെറുതെ ടെൻഷനാക്കാൻ ത്രിലോക് നിന്ന് കിതച്ചു. വൈദു മിഴികൾ ഉയർത്തി ഹാളിൽ സെറ്റിലിരിക്കുന്നവരെ നോക്കി. അവൾക്ക് പിന്നാലെ അവൻ്റെ മിഴികളും അങ്ങോട്ട് പാഞ്ഞു. അവൻ ഞെട്ടി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അമ്മ പറഞ്ഞ ശബ്ദത്തോടെ അവൻ്റെ ചുണ്ടുകൾ മൊഴിഞ്ഞു. മോനെ. കണ്ട മാത്രയിൽ രേഷ്മ എഴുന്നേറ്റ് വന്ന് ത്രിലോകിനെ പുണർന്നു. എന്നാൽ തിരിച്ചു പുണരാൻ അവൻ്റെ കൈകൾ ഉയർന്നില്ല. രേഷ്മയുടെ കരച്ചിലൊന്നും ത്രിലോകിനെ ഏറ്റില്ല. ഇതിൽ കൂടുതൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്. അവൻ്റെ മുഖം കൈക്കുമ്പിളിലെടുത്ത് നെറ്റിയിൽ ചുംബിച്ചു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞെങ്കിലും ആ തലോടൽ അവനും ആഗ്രഹിച്ചിരുന്നു. എന്നാൽ താൻ അനുഭവിച്ചതൊക്കെ ഓർത്തപ്പോൾ അവനറിയാതെ പിറകോട്ട് നീങ്ങി. രേഷ്മ ചെറിയ പകപ്പോടെ അവനെ നോക്കി. ത്രിലോക് വേഗം മുറിയിലേക്ക് കടന്നു. അവരെ ഒന്ന് നോക്കിയിട്ട് വൈദു അവന് പുറകെ ചെന്നു. ബെഡിലിരുന്ന് അസ്വസ്ഥതയോടെ അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. വൈദു അവനെ അടുത്ത് ചെന്ന് തോളിൽ കൈവച്ചതും അവളെ വലിച്ചു പിടിച്ച് വയറിൽ മുഖം അമർത്തി പിടിച്ചു. വൈദു പെട്ടെന്ന് ഞെട്ടിയെങ്കിലും അവൻ്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. എന്തു പറ്റി? വൈദു അവൻ്റെ മുഖം പിടിച്ചുയർത്തി. കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. അമ്മ. അതമ്മയാ. അവൻ്റെ സ്വരം ഇടറി. ഞാൻ ഉച്ചയ്ക്ക് വന്നപ്പോൾ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. വലിയ അധികാരത്തോടെ എന്നെ ചീത്ത പറഞ്ഞു. ഡോർ പൂട്ടി പോയെന്നൊക്കെ പറഞ്ഞു. മല്ലിക ആൻറ്റി നേരത്തെ പോയെന്ന് തോന്നുന്നു. ആരാന്ന് ചോദിച്ചപ്പോഴാ അമ്മയാണെന്ന് പറഞ്ഞത്. ഞാൻ ആരാണെന്ന് തിരിച്ചും ചോദിച്ചു. ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല. അവസാനം വിവാഹ ഫോട്ടോ കാട്ടിക്കൊടുത്തു. വൈദു എല്ലാം വിവരിച്ചു കൊടുത്തു. ആ കൂടെയുള്ള പെൺകുട്ടി ഏതാ? ത്രിലോക് രേഷ്മയുടെ അടുത്ത് മീച്ചു നിൽക്കുന്ന പെണ്ണിനെ ഓർത്തു. അറിയില്ല. ചിലപ്പോൾ മകളാവും. വൈദു പറഞ്ഞു. നീ അവർക്ക് കുടിക്കാൻ കൊടുത്തോ? ജ്യൂസ് കൊടുത്തു. തണുത്തത് എന്തെങ്കിലും എടുക്ക്. ത്രിലോക് എഴുന്നേറ്റു. വൈദു മൂളിക്കൊണ്ട് എഴുന്നേറ്റ് മുറിക്ക് പുറത്തിറങ്ങി. ത്രിലോക് മുഖം കഴുകി തുടച്ച് ഹാളിലേക്ക് നടന്നു. രേഷ്മയും കൂടെയുള്ള പെൺകുട്ടി എഴുന്നേറ്റു. വൈദു അവന് കുടിക്കാൻ ജ്യൂസ് കൊണ്ട് കൊടുത്തു. അത് വാങ്ങി ഒന്ന് ചുണ്ടോട് ചേർത്തു. എന്താ ഇപ്പോൾ വന്നത്? ത്രിലോക് താഴേക്ക് നോക്കി ചോദിച്ചു. മോനെ. ഞാൻ. രേഷ്മയുടെ വാക്കുകൾ ഇടറി. ഓവർ സെന്റിമെന്റ് ഡ്രാമയൊന്നും വേണ്ട. കാര്യം പറ. ത്രിലോക് അങ്ങനെ പറഞ്ഞതും രേഷ്മ അടികിട്ടിയ പോലെ വൈദുവിനെയും കൂടെ വന്ന പെൺകുട്ടിയെയും നോക്കി. മോനെ. എനിക്ക് നിന്നോട് തനിച്ചൽപ്പം സംസാരിക്കാനുണ്ട്. രേഷ്മ വൈദുവിനെ നോക്കി. വൈദു തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും കൈകളിൽ പിടിവീണു. എങ്ങോട്ടാ? ത്രിലോക് ചോദിച്ചു. നിങ്ങൾക്ക് തനിച്ച് സംസാരിക്കാൻ. വൈദു വിക്കി. ത്രിലോക് അവളെ പിടിച്ച് തൻ്റെ അരികിലിരുത്തി. ഷീസ് മൈ വൈഫ്. ഇവൾക്ക് കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും എനിക്കും കേൾക്കണ്ട. എല്ലാം പറഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇവളെ വിവാഹം കഴിച്ചത്, ത്രിലോക് പറഞ്ഞു. രേഷ്മ ദേഷ്യത്തോടെ വൈദുവിനെ നോക്കി. തൻ്റെ ആവശ്യമായതുകൊണ്ട് മറുത്തൊന്നും പറയാനും കഴിയുന്നില്ല. മോനെ. അമ്മയ്ക്ക് പോവാൻ ഒരിടമില്ല. ഇത്ര നാൾ സുധേട്ടൻ ഉണ്ടായിരുന്നു. സുധേട്ടൻ കഴിഞ്ഞ മാസം ഞങ്ങളെ വിട്ടു പോയി. ഇപ്പോൾ ജീവിക്കാൻ മാർഗമില്ലാതെ. രേഷ്മ കണ്ണുകൾ തുടച്ചപ്പോൾ വൈദുവും ത്രിലോകും ചെറിയ ഞെട്ടലോടെ നോക്കി. വില കൂടിയ സാരിയും ആഭരണങ്ങളും നെറ്റിയിലെ സ്റ്റോൺ പൊട്ടും. വന്ന ചിരി വൈദു പിടിച്ചു നിർത്തി. പുറകിൽ സെറ്റിയിലിരിക്കുന്ന പെൺകുട്ടിയെ നോക്കി. അവളും അത്യാവശ്യം മോഡേണായ പെൺകുട്ടി. 20 അതിൽ കൂടുതലോ പ്രായം തോന്നും. ഇതാരാ? ത്രിലോകിന്റെ നോട്ടവും ആ പെൺകുട്ടിയിലേക്ക് പോയി. അത് സിമി, സുധേട്ടൻ്റെ അനിയത്തിയുടെ മകളാ. രേഷ്മയും അവളെ തിരിഞ്ഞു നോക്കി. ഈ കുട്ടിയുടെ പേരൻസ്? ചോദിച്ചത് വൈദുവാണ്. രേഷ്മ അവളെ വീണ്ടും ദേഷ്യത്തിൽ നോക്കി. അത് അവർ മരിച്ചു. ആക്സിഡന്റ് ആയിരുന്നു, രേഷ്മ പറഞ്ഞു. ഇപ്പോൾ എന്തിനാ വന്നത്? ത്രിലോക് ചോദിച്ചു. ഞാൻ വേറെ എവിടെ പോവാനാ? അതും ഈ കൊച്ചിനെ കൊണ്ട്. ത്രിലോകൊന്നും മിണ്ടാതെ എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങി. വൈദു അവന് പുറകെയും. കാറിൻ്റെ ഡോർ തുറക്കുന്നതിന് മുമ്പ് അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ പിന്നിൽ അവൾ എത്തിയിരുന്നു. ഏതെങ്കിലും മുറി റെഡിയാക്കി കൊടുക്ക്. ഞാൻ എവിടെയെങ്കിലും വീടൊരെണ്ണം നോക്കാം, ത്രിലോക് പറഞ്ഞു. ഇവിടെ നിന്നോട്ടെ, വൈദു പറഞ്ഞു. വേണ്ട. അപ്പച്ചി അങ്കിള് അറിഞ്ഞാൽ അതൊരു പ്രോബ്ലമാവും. അമ്മയായി പോയില്ലേ. ത്രിലോക് നിരസത്തോടെ അകത്തേക്ക് നോക്കി. ഞാനൊന്ന് അന്വേഷിക്കട്ടെ, ത്രിലോക് പറഞ്ഞു. ഡോർ തുറന്ന് കാറിൽ കയറി. മല്ലിക ആൻറ്റി വന്നിട്ട് കഴിക്കാൻ ഉണ്ടാക്കിയാൽ മതി. നീ കിച്ചണിൽ കയറണ്ട, ത്രിലോക് പറഞ്ഞു. വൈദു തലയാട്ടി. കാർ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പാഞ്ഞു. വൈദു അവൻ പോകുന്നത് നോക്കി അകത്തേക്ക് കയറി. ടെൻഷനോടെ വിരലുകൾ ഞൊടിച്ച് രേഷ്മ അകത്ത് ഉലാത്തുന്നുണ്ട്. വൈദു ഒന്ന് മുരടനക്കി. രേഷ്മ നിന്നു. ദേ ആ മുറിയിൽ താമസിച്ചോളൂ. വൈദു മുമ്പ് താമസിച്ച മുറി ചൂണ്ടിക്കാണിച്ചു. ഒരു മുറിയേ ഉള്ളൂ. എനിക്ക് റൂം ഷെയർ ചെയ്യാൻ പറ്റില്ല. സിമി അത് ഇഷ്ടപ്പെടാതെ മുഖം ചൊളിച്ചു. രേഷ്മ വൈദു എന്ത് പറയുമെന്ന് കരുതി അവളെ നോക്കി. ആ മുറിയുടെ അപ്പുറത്ത് വേറെ മുറിയുണ്ട്. പിന്നെ മുകളിലുമുണ്ട്. പക്ഷെ ഒന്നും ക്ലീൻ ആക്കിയിട്ടില്ല. ദേഷ്യം വന്നെങ്കിലും അത് പുറത്തു കാണിക്കാതെ വൈദു പറഞ്ഞു. അത് എപ്പോ ക്ലീനാക്കും? സിമി ചോദിച്ചു. വൈദു കൈ രണ്ടും കെട്ടി അവളെ നോക്കി. നിനക്ക് താമസിക്കണേൽ നീ ക്ലീനാക്കണം. അതിനിവിടെ ആരുമില്ല, വൈദു ഗൗരവത്തോടെ പറഞ്ഞിട്ട് കിച്ചണിലേക്ക് ചെന്നു. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്, രേഷ്മ പറഞ്ഞതും സിമി അവളെ ദേഷ്യത്തിൽ നോക്കി.
മിണ്ടരുത്. നിങ്ങളെ മാമൻ കെട്ടിയ അന്ന് മുതൽ തുടങ്ങിയതാ ഞങ്ങൾക്ക് ദുരിതം, സിമി പറഞ്ഞു. മോളെ ഒന്ന് പതുക്കെ, രേഷ്മ കിച്ചണിലേക്ക് നോക്കി അല്പം ഭയത്തോടെ പറഞ്ഞു. എന്ത് പതുക്കെ? നിങ്ങൾ എന്ത് പറഞ്ഞ എന്നെ ഇങ്ങോട്ട് കൂട്ടിയത്? നിങ്ങളുടെ മകനുമായി വിവാഹം നടത്താമെന്നല്ലേ? എന്നിട്ട് ദേ നിങ്ങളുടെ മകൻ വിവാഹം കഴിഞ്ഞ് ഭാര്യയുമായി നിൽക്കുന്നു, സിമി പറഞ്ഞു. അത് വൈദു കിച്ചണിൽ നിന്ന് വന്നതും രണ്ടാളും നിശബ്ദമായി. അവൾ അവരെ ഒന്ന് നോക്കിയിട്ട് മുറിയിലേക്ക് ചെന്നു. കുറേ നോട്ട്സ് എഴുതാനുണ്ട്. പിന്നെ നെമിയില്ലാത്തത് കൊണ്ട് ഒരു സുഖവും തോന്നിയില്ല. ടേബിളിൽ എഴുതാനുള്ള ബുക്സ് എടുത്ത് വെച്ചു അവളിരുന്നു. എന്തോ ഒന്നും എഴുതാൻ കഴിയുന്നില്ല. മനസ്സിന് സ്വസ്ഥതയില്ലാത്ത പോലെ. ത്രിലോകിന്റെ അമ്മയുടെ തിരിച്ചുവരവ് എന്തിനായിരിക്കും? ചിന്തിച്ച ടെൻഷൻ കൂടുകയുള്ളൂ. അതൊക്കെ മാറ്റിവെച്ച് നോട്ട്സ് എഴുതാൻ തുടങ്ങി. ഓഫീസിൽ അധികം നേരം ഇരിക്കാൻ തോന്നിയില്ല. നേരെ അജിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് നീ അവരെ വീട്ടിൽ കയറ്റിയോ? അജി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. പോവാൻ വേറെ ഇടമില്ലെന്ന് ത്രിലോക് പറഞ്ഞു. നീയൊക്കെ എല്ലാം മറന്നു. അവർ നിന്നെ ഇട്ടേച്ച് പോയത് നീ മറന്നു. അവർ പോയില്ലായിരുന്നെങ്കിൽ ജയ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അജിക്ക് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. ഇറക്കി വിടാൻ തോന്നിയില്ല എന്തോ ത്രിലോക് പറഞ്ഞു. അജി അവൻ്റെ ഒപ്പം ഇരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, സ്വന്തം അമ്മയല്ലേ. അവൻ്റെ അവസ്ഥ കൂടെ ഓർത്ത് അജി പിന്നെ മൗനം പാലിച്ചു. നീ ഓഫീസിൽ പോകുന്നില്ലേ? അജി ചോദിച്ചു. ഇല്ല, പോയാലൊന്നും തലയിൽ കയറില്ല. ത്രിലോക് എഴുന്നേറ്റ് ഫ്രിഡ്ജ് തുറന്നു. നോക്കണ്ട, തീർന്നു. ആകെ 2 ഉണ്ടായിരുന്നു, അത് ഞാൻ കുടിച്ചു. കെട്ടിയോളെടുത്ത് കളയുമ്പോൾ വായി നോക്കി നിന്നിട്ടല്ലേ? അജി ഷർട്ട് എടുത്തിട്ട് കാറിൻ്റെ കീ എടുത്തു. വൈദുവിനെ കുറിച്ച് പറഞ്ഞതും ത്രിലോകിന്റെ മനസ്സിൽ ഒരു തണുപ്പ് വന്നു. കലുഷിതമായ മനസ്സ് ശാന്തമാവുന്നത് അവനറിഞ്ഞു. അജി പുറത്തേക്ക് ഇറങ്ങി. ഒരാഴ്ചത്തേക്കുള്ളത് ഒരുമിച്ച് വാങ്ങി കവറിൽ താങ്ങി പിടിച്ച് കാറിൽ വയ്ക്കുമ്പോൾ ചുറ്റുമുള്ളവർ ഇതെന്ത് കൂടി എന്ന രീതിയിൽ നോക്കുന്നുണ്ട്. നേരെ സന്ധ്യയോട് അടുത്തിരുന്നു. ടൗണിൽ സിഗ്നലിൽ നിൽക്കുമ്പോഴാണ് അവൻ ആ കാഴ്ച കണ്ടത്. നെമി കയ്യിൽ വലിയ കവറുമായി ഒരു കൈ കൊണ്ട് അനിയനെയും വലിച്ച് വേഗത്തിൽ നടക്കുന്നു. ചെറിയ ഇരുട്ട് തുടങ്ങിയിട്ടുണ്ട്. അജി കാർ സൈഡെടുത്ത് അവരുടെ മുമ്പിൽ നിർത്തി. നെമിയും അനിയനും പെട്ടെന്ന് നിന്നു. അജി ഡോർ തുറന്നിറങ്ങി വന്നു. എവിടെ പോയതാ ഈ നേരത്ത്? അജി ചോദിച്ചു. അത് സാധനങ്ങൾ വാങ്ങാൻ, നെമി പറഞ്ഞു. വാ, ഞാൻ കൊണ്ടുവിടാം. വേണ്ട, വാടാ. നെമി അനിയൻ്റെ കൈവലിച്ച് അജിയെ മറികടന്ന് നടന്നു. ഇവള്, അജി ചുറ്റും നോക്കി നെറ്റി വിരലുകൾ കൊണ്ട് ഒന്നൊഴിഞ്ഞു. അവർ പോകുന്നതിൻ്റെ പുറകിൽ തന്നെ അജി കാർ മെല്ലെ കൊണ്ടുപോയി കയറ്റി കിടക്കുമ്പോൾ നെമി തിരിഞ്ഞു നോക്കി. അജി പുറകെ തന്നെയുണ്ട്. കാർ സ്ലോ ആക്കിക്കൊണ്ട് കാർ നിർത്തി കവറെടുത്ത് അവൻ ഇറങ്ങി. ലിഫ്റ്റിൽ നെമിയുമുണ്ട്. കവർ കണ്ട് അവൾ കണ്ണുമേച്ച് നോക്കുന്നുണ്ട്. അജി അവളെ മൈൻഡ് ചെയ്യാതെ നേരെ നോക്കി. റൂം എത്തിയതും ഇറങ്ങി. അജി വേഗം മുറിയിലേക്ക് കയറി. എന്നാൽ ശൂന്യമായ റൂം കണ്ട് അവൻ നെറ്റി ചുളിച്ചു. ഫോൺ എടുത്ത് വേഗം ത്രിലോകിനെ വിളിച്ചു. ഡാ, സോറിഡാ, ഞാൻ വായിച്ചു വിളിച്ചപ്പോൾ. ത്രിലോക് പരുങ്ങി. അജി ഫോൺ കട്ട് ചെയ്ത് സോഫയിലേക്ക് എറിഞ്ഞു. ബോട്ടിൽ ഓരോന്നും ഫ്രിഡ്ജിലേക്ക് സൂക്ഷ്മമായി എടുത്തു വെച്ചു. ത്രിലോക് ചെല്ലുമ്പോൾ വൈദു ഉമ്മർത്ത് തന്നെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. എന്താ ഇവിടെ ഇരിക്കുന്നേ? ത്രിലോക് ഉമ്മറത്തേക്ക് കയറി. വൈദു അതിന് മറുപടി പറയാതെ തല താഴ്ത്തി. ത്രിലോക് നെറ്റി ചുളിച്ച് അവളുടെ അടുത്തേക്കിരുന്നു. എന്താടോ? അവൻ അവളുടെ തോളിൽ തോളുകൊണ്ട് തട്ടി. എന്തോ പേടി ത്രിലോക്. എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്ന പോലെ. വൈദു ചെറിയ പേടിയോടെ അവനെ നോക്കി. എന്ത് സംഭവിക്കാൻ? അവൻ നിസ്സാരമായി ചിരിച്ച് എഴുന്നേറ്റു. വന്നേ ഇങ്ങോട്ട്. അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് അകത്തേക്ക് കയറി. സെറ്റിയിൽ തന്നെ രേഷ്മ TV റിമോട്ട് കൈപിടിച്ചിരിക്കുന്നുണ്ട്. ഒപ്പം ഫോണിൽ നോക്കി സിമിയും. ത്രിലോക് അവരെ നോക്കിയിട്ട് നേരെ മുറിയിലേക്ക് കയറി. രണ്ടാളും ത്രിലോക് വന്നത് അറിഞ്ഞിട്ടില്ല. വൈദു ഫുഡ് എടുത്ത് വയ്ക്കാൻ കിച്ചണിൽ കയറി. മല്ലിക ആൻറ്റി കുറച്ച് ദിവസം ലീവാണ്. അതുകൊണ്ട് ഫുഡെല്ലാം വൈദു തന്നെ ഉണ്ടാക്കി. സിമിക്ക് കൊടുത്ത മുകളിലെ മുറി രേഷ്മ ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന കണ്ടപ്പോൾ വൈദുവിന് പാവം തോന്നി. ത്രിലോക് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ 3 ജോലിക്കാർ ഉണ്ടായിരുന്നുവെന്ന്. എങ്ങനെ ജീവിക്കേണ്ട സ്ത്രീയായിരുന്നു എന്നവൾ ഒരു നെടുവീർപ്പോടെ ഓർത്തു. ഫുഡ് എടുത്ത് ഡൈനിങ് ടേബിളിൽ വയ്ക്കുമ്പോൾ രേഷ്മയും സിമിയും വന്നിരുന്നു. ചപ്പാത്തിക്ക് വെജിറ്റബിൾ കറിയാണോ? സിമി മുഖം ചുളിച്ചു. ആ മോളെ, ഈ കൊച്ചിന് ഇതൊന്നും ഇഷ്ടമല്ല. മോനോട് പറഞ്ഞ് കുറച്ച് ചിക്കൻ വാങ്ങിപ്പിക്കി. രേഷ്മ മുഖം ചുളിച്ച് കെഞ്ചി. വൈദു ത്രിലോകിനെ ഓർത്ത് ഒന്നും മിണ്ടിയില്ല. അല്ല മോളെ, മോൻ ഇത്ര വൈകിയാണ് വരുന്നേ? രേഷ്മ ഒരു പീസ് ചപ്പാത്തി കറി മുക്കി വായിലേക്ക് വെച്ചു. വൈദു മൂളി. ത്രിലോകിനി എപ്പോൾ വരും? സിമി ചോദിച്ചു. ഓ, അപ്പോൾ ആൾ വന്നത് ഇവരറിഞ്ഞിട്ടില്ല. ലേറ്റാവും, വൈദു പറഞ്ഞു. വൈദു ചെയറിൽ 2 കൈയും വെച്ച് നിന്നു. രണ്ടാളും കഴിച്ച പ്ലേറ്റ് അവിടെ തന്നെ വെച്ച് എഴുന്നേറ്റു. ഒന്ന് അവിടെ നിന്നേ, വൈദു പറഞ്ഞു. രണ്ടാളും വൈദുവിനെ തിരിഞ്ഞു നോക്കി. ഈ കഴിച്ച പ്ലേറ്റ് ആരെടുക്കും? വൈദു ചോദിച്ചു. നീ തന്നെ. നിനക്ക് വേറെ എന്താ ജോലി? ഇതാരാണെന്നറിയോ? ത്രിലോകിൻ്റെ അമ്മയാണ്, അതായത് നിന്റെ അമ്മായിയമ്മ. അപ്പോൾ അവർ കഴിച്ച പ്ലേറ്റ് എടുക്കുന്നതിൽ നിനക്കെന്താ ബുദ്ധിമുട്ട്?
സിമി ചോദിച്ചു. ബുദ്ധിമുട്ടാണല്ലോ. ശബ്ദം കേട്ട് രണ്ടാളും തിരിഞ്ഞു നോക്കി. ത്രിലോകാണ്. കൈയില്ലാത്ത ബ്ലാക്ക് ബനിയനും ഒരു ബ്ലാക്ക് ഷോർട്ട്സുമാണ് വേഷം. സിമിയുടെ മുഖത്ത് വലിയ ഭാവമാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ രേഷ്മയുടെ മുഖം വിളറി വെളുത്തു. ത്രിലോക് അവർക്കടുത്തേക്ക് ചെന്നു. എൻ്റെ അമ്മയായി ഞാൻ ഇവരെ പരിഗണിച്ചിട്ടില്ലെങ്കിലോ? സിമിയോട് ചോദിച്ചപ്പോൾ അവൾ ഉമിനീരിറക്കി തല താഴ്ത്തി. നിങ്ങൾ കഴിച്ച പ്ലേറ്റ് എടുത്ത് കഴുകി വെക്കി. ത്രിലോക് അത് പറഞ്ഞ് ചെയർ വലിച്ചിട്ടിരുന്നു. സിമി രേഷ്മയും പ്ലേറ്റ് എടുത്ത് കിച്ചണിലേക്ക് നടന്നു. ആരാ ഫുഡ് ഉണ്ടാക്കിയത്? ത്രിലോക് ചോദിച്ചു. ഞാൻ. വൈദു അവൻ്റെ അടുത്തിരുന്നു. നിന്നോട് ഞാൻ എന്തു പറഞ്ഞിട്ടാ പോയത്? ആഹാരം ഉണ്ടാക്കുന്നതിലൊക്കെ കണക്ക് നോക്കാൻ പറ്റുമോ ത്രിലോക്? വൈദു പറഞ്ഞു. ഒരുപാട് സഹതാപം കാണിക്കണ്ട, അതൊന്നും അവർ അർഹിക്കുന്നില്ല. വൈദു അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ആ സമയത്താണ് രണ്ടാളും തിരികെ വന്നത്. ഒന്ന് നിന്നേ രണ്ടും, ത്രിലോക് പറഞ്ഞു. സിമി രേഷ്മയും വേഗം നിന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ നിങ്ങൾ കിച്ചണിൽ കയറണം. എൻ്റെ ഭാര്യ എനിക്കും അവൾക്കും കഴിക്കാൻ ഉണ്ടാക്കുന്നേ, അതും ഞങ്ങളുടെ സെർവൻറ്റ് ലീവായതുകൊണ്ട്. പിന്നെ മറ്റന്നാൾ നിങ്ങൾക്ക് താമസിക്കാൻ വീട് ശരിയാവും. റെൻ്റാണ്, അത് ഞാൻ കൊടുത്തോളാം. പക്ഷെ ചിലവിന് കഴിയാനുള്ള ക്യാഷ് മകൻ തരുമെന്ന് കരുതി ഇരിക്കേണ്ട, ത്രിലോക് പറഞ്ഞു. രേഷ്മ ടെൻഷനോടെ മുഖമുയർത്തി അവനെ നോക്കി. രാമേട്ടൻ്റെ തനി പകർപ്പാണവൻ. എൻ്റെ മോനുള്ളിടത്തെ അമ്മയിനി നിൽക്കുള്ളൂ. രേഷ്മ കണ്ണുകൾ നിറച്ചു. അതിൻ്റെ ആവശ്യമില്ലെങ്കിലോ? ത്രിലോക് പറഞ്ഞു. ഞാനും എൻ്റെ ഭാര്യയും താമസിക്കുന്നിടത്ത് കഴിയാൻ നിങ്ങൾക്ക് എന്താ അധികാരം? ത്രിലോക് ചോദിച്ചപ്പോൾ മറുപടിയില്ലാതെ രേഷ്മ കണ്ണീർ വാർത്തു. എന്താ ത്രിലോക് ഇത് തന്നെ പ്രസവിച്ച അമ്മയല്ലേ? അമ്മയോട് ഇങ്ങനെയൊക്കെ പറയാമോ? പ്രായമായ അമ്മയെ നോക്കേണ്ടത് മക്കളുടെ കടമയാണ്, സിമി പറഞ്ഞു. ഇതൊക്കെ പറയാൻ നീ ഏതാ? ത്രിലോക് ഗൗരവത്തിലായതും അവൻ്റെ തോളിൽ വൈദുവിൻ്റെ കയ്യമർന്നു. ത്രിലോക് ഒന്ന് നിശ്വസിച്ചു. എന്നെ പ്രസവിച്ചത് നിങ്ങളായതുകൊണ്ടാ വീടിൻ്റെ റെൻറ്റ് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞത്. ബാക്കിയൊന്നും എൻ്റെ തലയിൽ വെക്കരുത്. അങ്ങനെയായാൽ ഭക്ഷണം കഴിച്ച കൈകൊണ്ട് വിരൽ ചൂണ്ടിയതും രണ്ടാൾ വായിച്ചു. എന്താ കാണിക്കുന്നേ? അതൊക്കെ നാളെ സംസാരിക്കാം. ഇപ്പോൾ ആഹാരം കഴിക്കി, വൈദു അവനെ ഉപദേശിച്ചു. ത്രിലോക് ശാന്തമായി. അല്ലെങ്കിലും വൈദുവിൻ്റെ ഒരു തലോടലോ സ്പർശനമോ മതി ഇപ്പോൾ ത്രിലോക് കൂളാവാൻ. അവൻ ചിരിയോടെ ഓർത്തു. വൈദു ബെഡ്ഷീറ്റ് ഒതുക്കി വിരിക്കുമ്പോൾ ത്രിലോക് ഫോണിൽ നോക്കി ചെയറിലിരുന്നു. കഴിഞ്ഞോ എന്നറിയാൻ നോട്ടം പാളിയപ്പോൾ കണ്ടത് വൈദു അല്പം കുനിഞ്ഞു നിന്ന് ബെഡ്ഷീറ്റ് നേരാക്കുന്നതാണ്. കണ്ണുകൾ വേറെ എവിടേക്കോ പോയതും അവൻ വിറയലോടെ നോട്ടം മാറ്റി. പ്രണയത്തോടൊപ്പം മറ്റെന്തൊക്കെയോ വൈദുവിനോട് തോന്നാൻ തുടങ്ങി. ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. എസിയിലും വിയർക്കുന്നു. കഴിഞ്ഞൂട്ടോ. വൈദു എഴുന്നേറ്റ് ബെഡിലിരുന്നു. അഴിഞ്ഞു വീണ തലമുടി വാരിക്കെട്ടിയപ്പോൾ പിൻകഴുത്തിലേക്ക് നോട്ടം പോയി. വെളുത്ത കഴുത്തിൽ താൻ കെട്ടിയ സ്വർണ്ണത്താലി കഴുത്തിൻ്റെ മാറ്റുകൂട്ടുന്നുണ്ട്. നേരെ കിടക്കുമ്പോൾ അവളിലെ ഉയർച്ചയിലേക്കും ഇടയ്ക്ക് നോട്ടം പാളി. വേഗം ഫോൺ മാറ്റി വെച്ച് വന്നു കിടന്നു. കൈകൾ കൂട്ടി തലയ്ക്കടിയിൽ വെച്ച് ചരിഞ്ഞു കിടന്നു. വൈദു വേഗം ഉറങ്ങിയെങ്കിലും അവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. രാത്രിയിൽ എപ്പോഴും എഴുന്നേറ്റ് ലേറ്റ് ഇട്ടു. തനിക്കെതിരെ കിടക്കുന്നവളെ കണ്ടപ്പോൾ ശ്വാസം വിലങ്ങുന്നതും മറ്റെന്തൊക്കെയോ വികാരങ്ങളും ചിന്തകളും അവനെ കീഴടക്കുന്നതും അവനറിഞ്ഞു. ലേറ്റ് കെടുത്തി തിരിഞ്ഞു കിടന്നു. കണ്ണുകൾ ഇറുക്കി അടച്ചു. പിറ്റേന്ന് സാറ്റർഡേ ആണ്. അജയ് ഓഫീസിൽ ലീവായതുകൊണ്ട് ഫയൽസ് കൊണ്ടുവന്നത് പിയാണ്. അത്യാവശ്യം മോഡേൺ ലുക്കിൽ ഒരു സുന്ദരി. അതുകൂടാതെ രണ്ടാൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അജിക്കാണെങ്കിൽ തലേ ദിവസം കുടിച്ചതിൻ്റെ ഹാങ് ഓവർ മാറാതെ തലയിൽ കൈവച്ചിരുന്നു. എന്താ അജയ് സാർ? മിയ അവൻ്റെ അടുത്തിരുന്നു. ഇന്നലെ കുറച്ച് കൂടിപ്പോയിടോ. അവൻ തലപൊത്തി പിടിച്ചു. ഓക്കെ, ഞാനൊരു കോഫി ഇടാം. മിയ വേഗം എഴുന്നേറ്റ് കിച്ചണിൽ പോയി. അജയ് എഴുന്നേറ്റ് ബാത്റൂമിലേക്കും. സാർ കോഫി, മിയ പറഞ്ഞു. ഇവിടെയാടോ? റൂമിൽ. അജയ് കണ്ണാടി നോക്കി മുഖം തുടച്ചു. മിയ 2 കപ്പ് കോഫിയുമായി അങ്ങോട്ട് ചെന്നു. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഓഫീസിൽ മാത്രം മതി ഈ സാർ വിളിയെന്ന്. അജയ് ഗൗരവത്തോടെ പറഞ്ഞതും മിയ ചിരിച്ചു. സോറി അജി, മറ്റുള്ളവർ എന്ത് വിചാരിക്കും അത് പേടിച്ചാ? പിന്നെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ഓർത്താണോ നമ്മൾ കഴിയുന്നേ? അജി പറഞ്ഞു. അപ്പോഴാണ് കോളിംഗ് ബെൽ അടിച്ചത്. അജി കോഫി വാങ്ങി. ഞാൻ പോയി നോക്കാം, മിയ പറഞ്ഞു. വേണ്ട, ആ വാർഡ്രോബിൽ തലവേദനയുടെ മെഡിസിൻ ഉണ്ട്, അതൊന്ന് എടുത്ത് വയ്ക്കി. അജി കപ്പ് അവിടെ തന്നെ വെച്ച് ഹാളിലേക്ക് നടന്നു. ഡോർ തുറന്നപ്പോൾ നെമിയാണ്. കൂടെ വിഷ്ണു ഉണ്ട്. എന്താ? അജി ചോദിച്ചു. സാർ ഇന്ന് പോകുന്നുണ്ടോ? ഇല്ല. എന്തേ? ഞാൻ ജോലിക്ക് പോവാ. ഇവനാണേൽ ക്ലാസ്സില്ല. സാറിന് വിരോധമില്ലെങ്കിൽ ഇവിടെ ഒന്ന്. അജി, ഇതല്ലേ? മിയ കയ്യിൽ മെഡിസിൻ പിടിച്ച് റൂമിൽ നിന്ന് വന്നപ്പോൾ നെമി പറയാൻ വന്നത് പാതി നിർത്തി അവളെ നോക്കി.